എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളം നമ്പർ 1 എന്ന ഒരു മുദ്രാവാക്യം. അത് മറ്റാരുമല്ല പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, CPM മറ്റ് ഇടതുപക്ഷ പാർട്ടികളും ആണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1, വ്യവസായ രംഗത്ത് കേരളം നമ്പർ 1, ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ 1, സമസ്ത മേഖലയിലും കേരളം നമ്പർ 1 ആണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ തമാശയായിട്ടാണ് തോന്നാറുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യാവസായികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഉള്ള വ്യവസായങ്ങൾ തന്നെ പൂട്ടിക്കെട്ടാനാണ് ഈ CPM അവരുടെ പോഷക സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടി ഒന്നുകിൽ ഈ സംസ്ഥാനം വിട്ടു പോകാൻ, അല്ലെങ്കിൽ അവർ പിച്ചച്ചട്ടി എടുക്കാൻ ഉള്ള സാഹചര്യങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കേരളം വ്യവസായ മേഖലയിൽ നമ്പർ 1 അല്ല, ഏറ്റവും പിന്നിലാണെന്ന്. വളരെയേറെ ബഹിരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, ഒന്നുപോലും കേരളത്തിൽ വരാറില്ല. അവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഏറ്റവും നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ തൊട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ വരുന്ന വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ ചിന്തിക്കൂ. പിന്നീട് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് ആരോഗ്യ രംഗത്ത്, ചികിത്സാ രംഗത്ത് കേരളം നമ്പർ 1 ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സയാണ് കേരളത്തിൽ ലഭിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ മുടങ്ങിയ കാര്യം, ചികിത്സ കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന രോഗികൾ നമ്മുടെ തലസ്ഥാന നഗരിയിലാണ്. മന്ത്രിസഭയുടെ, മുഖ്യമന്ത്രിയുടെ, ആരോഗ്യമന്ത്രിയുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അവിടെ ശസ്ത്രക്രിയ നടത്തേണ്ടവർ അതിനുള്ള ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും വാങ്ങിക്കൊണ്ട് കൊടുത്ത് ശസ്ത്രക്രിയ നടത്തുന്നുണ്ട ഗതികേട്. അതിലൊക്കെ രസകരമായിട്ടുള്ള കാര്യം, ഈ ലോകത്തിൽ തന്നെ മികച്ച ചികിത്സ എന്ന് പറയുക കേരളത്തിലാണെന്ന് പറയുന്ന ഇവർ തന്നെ, ഇവർക്ക് എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നേരെ വെച്ച് പിടിക്കുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ നമ്പർ 1 കേരളത്തിൽ നിന്നും ചികിത്സ തേടി അവർ പോകുന്നത് അതിലൊക്കെ പിന്നിൽ നിൽക്കുന്ന അമേരിക്കയിലേക്കും മറ്റുമാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. മറ്റൊന്ന്, ഇപ്പോൾ വളരെ ഏറെ ദുഃഖകരമായ സംഭവങ്ങൾ നമ്മൾ അടുപ്പിച്ച് കാണുന്നുണ്ട്. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്ന, പേപ്പട്ടിയുടെ കടിയേൽക്കുന്ന നിരവധി പേരിപ്പോൾ മരണപ്പെട്ടതായിട്ട് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയുന്നുണ്ട്. അതും കടിയേറ്റിട്ട്, ചില കേസുകളിൽ കടിയേറ്റ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർ മരിച്ച 1-2 സംഭവങ്ങളും അടുത്ത കാലത്തുണ്ടായി. അതിലുപരിയായി പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ പേവിഷബാധയേറ്റ് മരണപ്പെട്ട കാര്യങ്ങൾ നമ്മൾ, അതിദാരുണമായ സംഭവങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ച നിരവധി കേസുകളാണിപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ഈ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള, പേപ്പട്ടി കടിച്ചാൽ അതിനെതിരായിട്ട് വാക്സിനേഷൻ നടക്കുന്നത്. അതുപോലും പലയിടത്തും പരാജയപ്പെട്ട് ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എന്നിട്ടും പറയുന്നത് എന്താണ്? കേരളം ചികിത്സാ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണ് എന്നുള്ള കാര്യം. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് നിരവധി മരണങ്ങളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഫലപ്രദമായി തടയുന്നതിന് സർക്കാർ പരാജയപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും അതിന് ആ സമയത്ത് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ
ധനസഹായം നൽകി, അതായത് ആ നഷ്ടപ്പെടുന്ന ജീവന്റെ വിലയായിട്ട് ചെറിയൊരു തുക കൊടുത്ത് അതിനെ അങ്ങ് ആ സമയത്ത് അങ്ങ് താൽക്കാലികമായി ഒരു സമാധാനം ഉണ്ടാക്കും. പിന്നെ അടുത്ത ഇതേപോലുള്ള ഒരു മരണം ഉണ്ടാകുമ്പോഴും ഇതേപോലെ ഒരു ചെറിയ തുക നൽകി അതിനൊരു താൽക്കാലിക ശമനം ഉണ്ടാക്കും, ആളുകളുടെ പ്രതിഷേധത്തിനുമൊക്കെ. അന്നേരവും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ നമ്മുടെ കേരളത്തിലെ സർക്കാരുകൾക്കാകുന്നില്ല, അല്ലെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിലും കേരളം എങ്ങനെയാണ് നമ്പർ 1 ആകുന്നത്? അടുത്തത് മയക്കുമരുന്നിൻ്റെ വ്യാപനം. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം MDMA, കഞ്ചാവ്, ഹെറോയിൻ കേസുകളാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്നത്. എല്ലാ വർഷവും വിമുക്തി എന്നും പറഞ്ഞ് ലഹരി വിമുക്ത ക്യാമ്പയിനുകളൊക്കെ നടക്കാറുണ്ട്. അത് ഒരു കോണിൽ നടക്കും എന്നുള്ളതല്ലാതെ എവിടെയാണ് ഇതിനൊരു കുറവ് വരുത്താൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്? എന്നിട്ടും പറയുന്നു കേരളം എല്ലാ സമസ്ത മേഖലയിലും നമ്പർ 1 ആണ് എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ ചിരിക്കുകയല്ല, എന്താണ് ചെയ്യുക? ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഈ രംഗങ്ങളിലെല്ലാം ഉള്ള പിഴവുകൾ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോയി കേരളത്തെ നമ്പർ 1 ആയി ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് ഉണ്ട് നമ്മുടെ കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് സന്തോഷത്തോടു കൂടി നമുക്ക് ഏറ്റു പറയാം. വേണ്ടേ, ഞങ്ങളുടെ കേരളത്തെ കണ്ടുപിടിക്കൂ, ഞങ്ങൾ എല്ലാ രംഗത്തും നമ്പർ 1 ആണ്, നമ്പർ 1 ആണ്, നമ്പർ 1 ആണ്. അല്ലാതെ ഇതേപോലെ ചുമ്മാ വിടുവായത്തം ഞങ്ങൾ നമ്പർ 1 ആണ്. ഇവര് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, കേരളം സമസ്ത മേഖലയിലും തകർന്ന് താറുമാറായി കിടക്കുന്നത് കൊണ്ട് LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ആ ഒരു അർത്ഥം തന്നെ എവിടെ പോയി എന്ന് ഭരിക്കുന്നവർ ചിന്തിക്കുക. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തി അത് അവരുടെ വാക്കുകൾക്ക് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുക. അതുമാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ, ഈ കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.